നമസ്കാരം. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വലിയ ഓളമുണ്ടാക്കിയിരുന്നു. ബൈഡൻ വേണ്ട, ട്രംപ് മതിയെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്രചരണ വാക്യങ്ങൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ഇല്ല എന്നായിരുന്നു മറുപക്ഷത്തിന്റെ വാദം. എന്നാൽ ഇപ്പോൾ ഒന്നിനൊന്നായി ഇന്ത്യക്കുമേൽ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപും പുതിയ തീരുമാനങ്ങളും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറെടുത്തിട്ടുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. 4 ദിവസത്തെ വ്യാപാര ചർച്ചകൾക്ക് ശേഷം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. മോദി സർക്കാർ എന്തൊക്കെ വിഷയങ്ങളിലാണ് US-നോട് സമ്മതം മൂളിയതെന്ന ചോദ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. തിരുവ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതുവരെ പരസ്യ പ്രചരണം നടത്തിയിട്ടില്ല. നാളെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ സഭയ്ക്കുള്ളിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ സർക്കാർ നിർബന്ധിതമായേക്കും. അമേരിക്കൻ താൽപര്യത്തിനു വേണ്ടി US അമിത സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ഇന്ത്യ വ്യാപാര ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങണമെന്നും ചൈനയും കാനഡയും തിരിച്ചടിക്കുന്നത് പോലെ പ്രതികരിക്കണമെന്നും അഥവാ GDRI ചൂണ്ടിക്കാട്ടി. പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും US-ന് തീരുവ ഇളവ് നൽകിയേക്കുമെന്ന പരോക്ഷ സൂചനയാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്നത്. ഓസ്ട്രേലിയ, UAE, സ്വിറ്റ്സർലാൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറിനു ശേഷം ഇന്ത്യ തീരുവ കുറച്ചിരുന്നു. ഇതേ ചർച്ചകൾ യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ എന്നിവയുമായും നടക്കുകയാണ്. അതുകൊണ്ട് US-ഉമായുള്ള വ്യാപാര കരാർ ചർച്ചകളെയും ഈ പശ്ചാത്തലത്തിൽ കാണണമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.